ഹായ്. നമ്മളിന്ന് അടുത്ത എപ്പിസോഡായിട്ട് വന്നതാണല്ലേ, നമ്മുടെ ബിഗ് ബോസ് സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് നമ്മൾ വരുന്നു. സെക്കൻഡ് വീക്ക് നമ്മൾ കാഷ്വൽസ് തുടങ്ങിയിട്ട് സെക്കൻഡ് വീക്ക് ഓഫ് ബിഗ് ബോസ് ആണ്. അപ്പം എന്താണ് ബിഗ് ബോസിലെ കഴിഞ്ഞ ആഴ്ചത്തെ അപ്ഡേറ്റ്സ്? കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ പോലെ വലിയ കോലിളക്കങ്ങളൊന്നും ഇല്ലാതെ കുറെ ശാന്തമായിട്ടങ്ങ് പോയി. ശാന്ത രീതിയിലുള്ള അതെ, മറ്റേ ഒരു കമന്റ് കണ്ട മാതിരി ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണ് ആ തറവാടായിരുന്നു ബിഗ് ബോസ്. സത്യം. അതിന്റെ ഇടയിൽ ആവശ്യമില്ലാണ്ട് ശ്രീരേഖയുടെ കൊറേ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും എവിടെയെങ്കിലും എന്തെങ്കിലും കൊരച്ചില് വേണ്ടേ? എനിക്ക് തോന്നുന്നു അവർക്ക് പേഴ്സണലി അക്ഷരയുടെ കണ്ണെടുത്ത കണ്ടുവിടാതാ. അത്ര എന്തോ കാര്യത്തില് എന്താ ആക്ച്വലി പുള്ളിക്കാരി ഒരു നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു. ആ സമയത്ത് പുള്ളിക്കാരി ലാലട്ടൻ എപ്പോ വരുമ്പോഴും അക്ഷര ക്യാപ്റ്റൻ ആയിരുന്ന സമയത്തുള്ളതെന്ന് വെച്ച് ഇതെങ്ങനെയാണ് കമ്പാരിസൺ ചെയ്യായിരുന്നു. അപ്പൊ അവിടെ എല്ലാ ക്യാപ്റ്റൻസി മത്സരത്തിന്റെ സമയത്തും എല്ലാരും കമ്പയർ ചെയ്യുന്നിടത്ത് അപ്സരേനെ പറയാറുണ്ട്. അതുപോലെ ഒരു നല്ല ക്യാപ്റ്റൻ ആവണം എന്ന് എല്ലാരും പറയും. അത് തന്നെ. അതുപോലെ അതാണ് ഈ കമ്പാരിസൺ എന്ന് വെച്ചാൽ അക്ഷര ആ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്നും പറഞ്ഞ് എല്ലാ പ്രാവശ്യവും ലാലേട്ടൻ വരുമ്പോ അക്ഷര ഇതങ്ങ് പറയുക. വേറെ ആർക്കും ക്യാപ്റ്റൻസി ചെയ്തിട്ട് നല്ലതല്ലാത്തതുപോലെ അക്ഷര ഇത് പറഞ്ഞങ്ങോട്ട് പ്രൈഡ് ആവാതെ ശ്രീരേഖയ്ക്ക് വല്ലാത്ത വിഷമായിരുന്നു. അതിന്റെ ഇത് തീർക്കാനായിട്ട് ശ്രീത് കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്ന ടൈമിൽ പറഞ്ഞു അക്ഷര ചേച്ചിയൊക്കെ ചെയ്തതുപോലെ നല്ലൊരു ക്യാപ്റ്റൻ ആവാനാണ് എന്റെ ആഗ്രഹം. അപ്പോഴേക്ക് റസ്മിൻ ക്യാപ്റ്റൻ ആയിട്ട് റസ്മിനും പറഞ്ഞു ശ്രീതും അക്ഷര ചേച്ചിയൊക്കെ ചെയ്തതുപോലെ ക്യാപ്റ്റൻ ആവാൻ എനിക്ക് ആഗ്രഹം. അതിപ്പോ എല്ലാരും അതെ, നമുക്ക് കിട്ടുന്ന നല്ല മൊമെന്റ്സ് ഒക്കെ നമ്മൾ എന്തായാലും ഓർത്ത് വെച്ചിരിക്കില്ലേ. എല്ലാരും പ്രൗഡായിട്ട് പറയുകയും ചെയ്യും. അതിലിപ്പോ എന്താ ഒരു തെറ്റ്? പക്ഷെ സഹിക്കുന്നില്ല, അതാണ് ഒരു പ്രശ്നം. അത് മറ്റേ ആ റാപ്പ് സോങ് ഒക്കെ എഴുതിയില്ലേ ശ്രീരേഖയും ഗബ്രിയൊക്കെ കൂടിയിട്ട്. ആ സമയത്ത് പുള്ളിക്കാരി ഈ ഞാൻ നാളെ മുതൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഞാൻ റാപ്പർ ആവാൻ പോവാണ്, ഞാൻ റാപ്പ് സോങ്സ് ഒക്കെ പാടാൻ പോവാണ്, ഇതിനെ തന്നെ പറയാൻ നടക്കുന്നേ. ആ ഒരു ടൈം ഫുൾ ഇതിനെ തന്നെ പറയുന്നേ. ശ്രീരേഖ ആദ്യം തൊട്ട് ഓരോരുത്തരെ മാച്ച് കണ്ടറിയാം. ആദ്യം തൊട്ട് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പൊ ലാസ്റ്റ് ആണെങ്കിൽ പോലും അതും ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അയാളുടെ അടുത്ത് വന്നിട്ട് അടുത്ത ആളുടെ കുറ്റം പറഞ്ഞോണ്ട് ഇപ്പൊ കുറെ നാള് ജിൻഡോടെ പറഞ്ഞു. ഇപ്പൊ വന്നിട്ട് ജിൻഡോടെ കുറ്റമാണ് മൊത്തം. ശരിയാ. ആ ജയിൽ നോമിനേഷന്റെ സമയത്ത് ജയിലിൽ പോയി കിടന്ന ഇഷ്യൂ ഉണ്ടായ ടൈമിൽ ശ്രീരേഖ പറഞ്ഞൊരു കാര്യമാണ്, ഈ ജിൻഡോ നമ്മളെ അറ്റൻഷൻ എടുക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവനൊക്കെ വായിരിക്കുന്നത് കേൾക്കാണ്ട് വല്ലയിടത്തും പോയി തുറന്നു പിള്ളേര്. പിന്നെ പുള്ളിക്കാരുടെ മെയിൻ സാധനം പ്യുവർ ജലസ് ആണ്. എന്ന് വെച്ചാൽ അപ്സര കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ഇവരുടെ എന്തായാലും ആക്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ടാസ്കുകൾ വരുന്ന സമയത്തൊക്കെ പുള്ളിക്കാരി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി ശ്രീരേഖയുടെ കാര്യത്തിൽ പുള്ളിക്കാരി നല്ലൊരു പെർഫോമർ ആണല്ലോ. അപ്പൊ അത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്സരക്ക് കിട്ടുന്ന ആ ഒരു അക്സെപ്റ്റൻസ് പുള്ളിക്കാരിക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അതാണ്. അതെ, അത് മാത്രല്ലേ അപ്സര ഇപ്പൊ അവിടെ ഇപ്പൊ ഒരു ദിവസം ഒരു ആക്ട് ഒരു എല്ലാരെയും കളിയാക്കിക്കൊണ്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞു ബിഗ് ബോസ്. കഴിഞ്ഞ വീക്കില് ഒരു ആക്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഗബ്രിയും അപ്സരയും ശ്രീരേഖ കൂടെ കൂടി ഇരുന്ന് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി അതിന് എല്ലാരും കൂടി ചർച്ച ചെയ്താണ് സ്ക്രിപ്റ്റ് ചെയ്തതൊക്കെ. അതിന്റെ ഇടയ്ക്ക് ജിൻഡോ ബിഗ് ബോസിന്റെ ക്യാരക്ടർ ജിൻഡോ ചെയ്യാം അങ്ങനെ എന്തോ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീരേഖ പ്ലീസ് ജിൻഡോ, ഞങ്ങൾ ഇവിടെ നിന്ന് കുറെ നേരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ജിൻഡോക്ക് കാണുന്നില്ലേ, ജിൻഡോ ഒന്ന് കുറച്ചേരം സംസാരിക്കാതിരിക്കാവോ, ഞങ്ങളിവിടെ വർക്ക് ചെയ്യാണെന്ന് പറഞ്ഞ് ഭയങ്കര ഷോ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത്രയ്ക്ക് ഇങ്ങനത്തെ ലൈവ് സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു എന്താ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അത്തരം ഓരോ കാര്യങ്ങൾ പറയുന്നത്, ചേച്ചി അങ്ങനെ ചെയ്യണം, ചേച്ചി ഇങ്ങനെ ചെയ്യണം, അതൊന്നും പുള്ളിക്കാരിക്കെങ്കിലും വയ്ക്കാനില്ല. ഫ്രണ്ട് പോകുന്ന ചിരിച്ച് കാണിച്ചിട്ട് ബാക്കിൽ വന്ന് നിന്നിട്ട് ഇവിടെ എന്തൊക്കെ കാണിച്ചില്ലേ ആ ഒരു സെറ്റപ്പാണ്. പിന്നെ പുള്ളിക്കാർക്ക് സ്ട്രാറ്റജി ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഒക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അടി ഉണ്ടാക്കിക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരുടെ സ്ട്രാറ്റജി. അതിനുവേണ്ടി പുള്ളിക്കാർ കുറെ ട്രെയിൻ ചെയ്ത് നോക്കി. ഫസ്റ്റ് കഴിഞ്ഞ വീക്ക് ആദ്യം കൊറേ നടന്നു നോക്കി, എല്ലാവരുടെയും പുറകെ അപ്സരനെ കുറിച്ച് പറഞ്ഞ് കുറെ നേരം റസ്മിനെതിരെ പറഞ്ഞു നോക്കി, അപ്പൊ സെറ്റായില്ല. പിന്നെ കുറച്ച് നേരം അപ്സരനെ കുറിച്ച് ഉച്ചവരെ അപ്സരനെ കുറിച്ച് സംസാരിച്ചു നോക്കി, അപ്പോഴും ആരും അങ്ങോട്ട് കൊളുത്തുന്നില്ല. ലാസ്റ്റ് പിന്നെ സിജോ തിരിച്ചു വന്നു ആ എപ്പിസോഡിൽ. അപ്പൊ പിന്നെ സിജോനെ കുറിച്ച് ആക്കി നോക്കി. അങ്ങനെ എവിടെയും വർക്ക് ആവുന്നില്ലാത്തോണ്ട് നമുക്ക് അറിയില്ലാതെ പോകുന്നു. പുള്ളിക്കാരിക്ക് ആക്ച്വലി ഒരു സ്ട്രാറ്റജി ഉണ്ട്, കുത്തിത്തിരിപ്പ്. ചേച്ചി അത് ഓർക്കണ്ടോ,
അന്ന് നമ്മൾ ലൈവ് കാണുമ്പോ നമ്മൾ അതിന്റെ ഉള്ളിൽ ഫോണിലിരുന്ന് ഒരു ലാപ്പില് ലൈവ് ഓണാക്കി വെച്ചേക്കണു. അപ്പൊ ഫോണിൽ ലൈവ് ഓണാക്കി വെച്ചിട്ട് അതിന്റെ അകത്തിരുന്ന് മെസ്സേജ് ചെയ്യാം. അപ്പൊ ജാൻമണി ഈസ് ഇൻ ഓൺലൈൻ എന്നും പറഞ്ഞ ഒരു സാധനം ഇങ്ങനെ കാണിച്ചിട്ട് ജാൻമണി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുവാണ് ലൈവായിട്ട് മെസ്സേജില്. അപ്പൊ നമ്മളിങ്ങനെ പറയാണ് ശ്രീരേഖ എന്താണ് ഓരോ സ്ഥലത്ത് പോയിരുന്നിട്ട് അപ്സരനെ പറ്റി ഹെയ്റ്റ് ക്യാമ്പയിൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഹൗസിലും മാറി മാറി നടന്ന് അപ്സരനെ പറ്റി ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ജാൻമണിയുടെ കമന്റ് ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. ആക്ച്വലി ദാറ്റ്സ് ദെയർ സ്ട്രാറ്റജി, അതാണ് അവരുടെ ഗെയിം പ്ലാൻ, അവർ ഗെയിം കളിക്കുമല്ലേ എന്ന് പറഞ്ഞൊരു സാധനം. അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു. ജെന്യൂൻ ആയിട്ടാണ് കളിക്കുന്നത് പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ജാൻമണി പോയ ടൈമില് ശ്രീരേഖനെ ഇതിന്റെ പവർ ടീമിൽ കയറ്റി കഴിഞ്ഞപ്പോ ശ്രീരേഖ സിബിന്റെ ഒക്കെ അടുത്ത് പോയിരുന്നിട്ട് എനിക്ക് ഗൈഡൻസ് വേണം. അയ്യോ ഇതൊക്കെ കുറെ കണ്ടായിരുന്നു. നമ്മളായിരിക്കണം ഏറ്റവും ബെസ്റ്റ് പവർ ടീം, ഇപ്പൊ ഉണ്ടായിരുന്ന പവർ ടീമിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് പവർ ടീം ആയിട്ട് പെർഫോം ചെയ്യേണ്ടത് നമ്മളായിരിക്കണം. പക്ഷെ ഉണ്ടായിരുന്ന ഇത്രയും നാളും വന്ന പവർ ടീമിൽ ഏറ്റവും വേഴ്സ്റ്റ് പവർ ടീം ആയിരുന്നു. അല്ല പറഞ്ഞാൽ ഈ വീക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേനും പവർ ടീം പിരിച്ചു വിട്ടു. ആ പവർ ടീമിലുള്ള രണ്ടുപേരെ മാറ്റി പുതിയ രണ്ടുപേരെ കയറ്റി വീക്കസ്റ്റ് പവർ ടീം എന്ന് പറഞ്ഞ് ആദ്യമായിട്ടാണ് പവർ ടീമിൽ നിന്ന് അങ്ങനെ രണ്ടുപേരെ ഒരു ഇതും ഇല്ലാണ്ട് നിങ്ങൾ പവർ ടീം തന്നെ ഡിസൈഡ് ചെയ്ത് രണ്ടുപേര് പോകണ്ടേന്ന് പറഞ്ഞ് അങ്ങനെ വന്നത് ആദ്യമായിട്ടല്ലേ. പക്ഷെ എനിക്ക് ഗബ്രീനെ പവർ ടീമിൽ നിന്ന് മാറ്റിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാല് ഗബ്രി എന്തെങ്കിലും ഒരു പവർ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോൾ മാത്രമേ ആക്റ്റീവ് ആവുന്നുള്ളൂ. പവർ ടീമിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ഗബ്രി എന്തൊരു ഷോ ഓഫ് ആയിരുന്നു, എന്തൊരു അഹങ്കാരം പിടിച്ചൊരു രീതിയായിരുന്നു ഗബ്രി വന്നത്. അല്ലാണ്ട് ഇപ്പൊ ഒരു പവർ ഇല്ലാണ്ട് ഏതെങ്കിലും ഒരു ടീമിലാണ് നിൽക്കുന്നത്, എന്തെങ്കിലും ഒരു ഗെയിമാണ് ചെയ്യുന്നതെങ്കിൽ ഗബ്രി അത് കളിക്കുകയില്ല. ഗബ്രി അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. പിന്നെ ഗബ്രിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷനിൽ വരാനുള്ള ഒരു ചാൻസ് എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ഒക്കെ ആയിട്ട് പുള്ളി രക്ഷപ്പെട്ട് പോകുമായിരുന്നു. ഒന്നെങ്കിൽ പവർ ടീമിൽ കയറി ഇപ്പൊ ഒരൊറ്റ നോമിനേഷനിൽ മാത്രമേ പുള്ളി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഇപ്പൊ എന്തായാലും എന്താ ജനങ്ങൾക്ക് ഇഷ്ടമാണോ നിർത്താൻ താല്പര്യമുണ്ടോ എന്തെങ്കിലും ഒന്ന് അറിയാനുള്ള വഴിയാണല്ലോ. അതൊക്കെ നോറ തുടങ്ങിയതാണ് മുതലേ നോമിനേഷൻ അൻസിബ അതുപോലെ തന്നെ ഇന്നത്തെ മറ്റേ പവർ ടീമിലേക്ക് കയറാനുള്ള ആക്ടിവിറ്റി സായി നന്ദനിയും ജിൻഡോയും സിജോയും ഉള്ള പവർ ടീമിന്റെ ആക്ടിവിറ്റിയില് ജാസ്മിന് 4 പേരും കൂടെ പറയണ കാര്യം എന്ന് പറഞ്ഞാല് പവർ ടീമിൽ വന്നാൽ ജാസ്മിന് നോമിനേഷനിലേക്ക് കയറായിരിക്കും. ആ ഒറ്റ റീസൺ, അത് 4 പേര് ഡിബേറ്റ് പോലത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പം 4 പേരും വട്ടം ഇരുന്നിട്ട് ജാസ്മിനോട് പറഞ്ഞായിരുന്നു നീ പവർ ടീമിൽ വരണ്ട, കാരണം നീ പവർ ടീമിൽ കയറിയാലേ നോമിനേഷൻ ഒഴിവാകും. അത് തന്നെയാണ് ഇപ്പൊ ഗബ്രിയുടെ കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെയാണ് പവർ ടീമിൽ കയറിയ നോമിനേഷൻ ഒഴിവാകുന്നുള്ള രീതിയിലാണ് പവർ ടീമിൽ കയറിയ ക്യാപ്റ്റൻസിയുടെ ഇതും വന്നതും ഒക്കെ. ആർക്കും അല്ല, അതൊഴിച്ചാൽ ആർക്കും വലിയ താല്പര്യമുള്ള കേസല്ല ശരിക്കും പവർ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവർക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരെ കൊണ്ട് പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്നലെയൊക്കെ കുറെ അവര് കുറെ എടുത്ത തീരുമാനങ്ങളൊക്കെ കൊള്ളായിരുന്നു. അത് നടപ്പിലാക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ എടുത്ത തീരുമാനങ്ങളൊക്കെ നല്ലതായിരുന്നു. ഇപ്പൊ പിന്നെ സായി വന്ന് സംസാരിച്ച കാര്യങ്ങളാണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇപ്പൊ ആരെങ്കിലും തമ്മിൽ അടിയുണ്ടാവുന്ന അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് പവർ ടീം അതിൽ ഇടപെടും. അവർക്ക് എവിടെ വെച്ചാണോ വഴക്കുണ്ടാക്കുന്നത്, അല്ലാണ്ട് ഫ്രണ്ട് ഏരിയ വന്നിട്ട് ഇങ്ങനെ ഒരു എല്ലാവരും പിടിച്ചിരുത്തിയിട്ടല്ല, എവിടെ വെച്ച് വഴക്കുണ്ടാവുന്നോ അവിടെ അവരെ രണ്ടുപേരെ നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളത് മര്യാദയ്ക്ക് സംസാരിച്ച് തീർക്കാനുള്ളതാണ് തീർക്കാത്തതാണെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ സംസാരിച്ച് തീർപ്പാക്കി കൊടുക്കും പവർ ടീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു തീരുമാനമാണ്. എല്ലാരെയും വിളിച്ചു കൂട്ടിയിരുന്ന് വരാത്തവർ അന്ന് പ്രശ്നം പവർ ടീം ആജ്ഞാപിക്കാന്ന് പറയുന്നതിലും നല്ലത് അത് മാത്രല്ല ഇപ്പൊ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ ഫ്രീ ആക്കി വിട്ട് അവരെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വരെ എത്തിച്ചതിന് ശേഷം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചർച്ചയ്ക്ക് വിളിച്ച് പിന്നെ എല്ലാവരെയും കൂട്ടി കഴിയുമ്പോൾ എല്ലാവരുടെ ഒപ്പീനിയൻസ് വരുന്നു, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ സജഷൻസ് വരുന്നു. അത് പിന്നെ 2 പേരുടെ പ്രശ്നം 10 പേര് കൂടി തീർക്കുന്ന പോലെ ഒരു 10 പേര് കൂടി പാമ്പിനെ തല്ലിക്കൊല്ലുന്നു. അത് മാത്രല്ല ഇപ്പൊ ഈ അടി ഉണ്ടാവുന്ന സമയത്താണെങ്കിലും ഇവര് മാക്സിമം എക്സ്റ്റെൻഡിലേക്ക് പോയി കഴിഞ്ഞ് അവര് തമ്മിൽ അത്രയും വലിയൊരു എന്താ പറയുക വെറുപ്പോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവോ ഉണ്ടായതിനു ശേഷം പിന്നെ വന്ന് രണ്ടാമതും ചർച്ച ചെയ്ത് അതും കുളവാക്കുന്നതിൽ നല്ലതാണ് നടക്കുന്ന എവിടെയോ അവിടെ. അതിന്റെ മെയിൻ എക്സാമ്പിൾ ആണ് അന്ന് ജാസ്മിന്റെയും ജിൻഡോയുടെയും കേസ് ഒരു കോർട്ട് പോലെ പവർ ടീം
തീർക്കാൻ ശ്രമിച്ചു. ജാസ്മിന് പറയാനുള്ളത് കേൾക്കുന്നത് പോയിട്ട് അത് ആക്ച്വലി പവർ ടീം അത് വെറുതെ ഒരു മൂക്ക് പരിപാടിയായിരുന്നു. ആക്ച്വലി അല്ല, മോക്കാണെങ്കിലും പ്രീ പ്ലാൻഡ് ആയിട്ട് എന്തായാലും വിധി ഇതായിരിക്കും. അതിനുശേഷം വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ജിൻഡോനെ വെറുതെ വിട്ടതിന് ശേഷം സിബിൻ സംസാരിച്ച ഒരു സാധനം ഓർക്കുന്നുണ്ടോ? അവൻ അപ്പൊ പറയുന്നത് ഇപ്പൊ നന്ദന മാറി ജാസ്മിൻ വോട്ട് ചെയ്യുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നന്ദന മാറി വോട്ട് ചെയ്തിരുന്നെങ്കിൽ ഈക്വൽ ആയി പോയേനെ. അപ്പോഴും നമ്മുടെ അടുത്ത് പ്രതിവിധി ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ തിരിഞ്ഞിട്ട് പിന്നെ ശരണ്യക്ക് വോട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കും. ശരണ്യ വോട്ട് ചെയ്യണം എന്നുള്ള സാധനം വരുത്തിയിട്ട് അപ്പൊ പിന്നെയും ജിൻഡോയ്ക്ക് തന്നെ വരുമല്ലോ. അങ്ങനെ അപ്പൊ അവര് ഓൾറെഡി പ്ലാൻഡ് ആണ് എങ്ങനെ വന്നാലും ജിൻഡോയ്ക്ക് ഫേവറബിൾ ആയിട്ട് ചെയ്യുന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞത്, ഇതിപ്പോ എല്ലാരും വിളിച്ചു കൂട്ടി രണ്ടുപേരും തമ്മിലുണ്ടായ ഒരു കോൺഫ്ലിക്റ്റിനെ അവരത് സംസാരിച്ച് തീർക്കുന്നതിന് പകരം എല്ലാരെയും കൂടെ കൂട്ടിയിരുന്ന് അത് മോശമാക്കി ഒരാൾ ചെയ്തത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലേക്ക് എടുത്തത്. അത് ഭയങ്കര മോശമായ ഒരു കാര്യമാണ്. എങ്ങനെയൊക്കെ പോയാലും ജിൻഡോ പറയുന്നതാണ് സത്യം എന്ന് തിരിക്കുക. അതിപ്പം ഈ ആൾക്കൂട്ടം എല്ലാവരും കൂടുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നന്ദനെയൊക്കെ നോക്കിയിരിക്കുക. എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലാണ് ഇപ്പുറത്തെ ആളുടെ തലയിലേക്ക് ചാടണ്ടേന്നുള്ളത്. മെയിനായിട്ട് നന്ദന നോക്കുന്നത് ജാസ്മിനെയാണ്. ഒന്നും രണ്ടാമത്തെ ജാസ്മിൻ. എനിക്കൊക്കെ നന്ദനയുടെ ആക്ടിങ്ങും കാര്യങ്ങളും ഇഷ്ടമേ ആകുന്നില്ല ചില സമയത്ത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞാലേ കണ്ടന്റ് ഉള്ളൂ ഉള്ളതുകൊണ്ടാണ്. അവിടെ പറഞ്ഞ ഒന്നാമത് നന്ദനയുടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ്ലെസ് ആയിട്ടുള്ള സംസാരങ്ങളാണ്. എവിടെയും എങ്ങും എത്തുന്നില്ല. ആരെങ്കിലും നേരിട്ട് മര്യാദയ്ക്ക് സംസാരിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമുള്ളൂ. ഇപ്പൊ ജാസ്മിന്റെ കേസാണെങ്കിൽ പുറത്തുനിന്ന് കണ്ടിട്ടുള്ള ഒരു എല്ലാരും ചർച്ച ചെയ്ത് ആർക്കും താല്പര്യമില്ലാത്തൊരു കേസായതുകൊണ്ട് തന്നെ എന്തും പറഞ്ഞാലും പുറത്തുള്ള ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ട് മാത്രമാണോ ഇപ്പോ ജാസ്മിന്റെ കേസിൽ എല്ലാത്തിലും കയറി പിടിക്കുന്നത്. വേറൊരു കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് എവിടെ എങ്ങനെ എത്തും എന്നുള്ള കാര്യം പുള്ളിക്കാർക്ക് ഐഡിയ ഇല്ല. നന്ദനക്ക് ഇപ്പോഴും അറിയില്ല. അതായത് ഒരു കാര്യം പറഞ്ഞ് മൊത്തത്തിൽ എത്തിക്കാൻ മുഴുവിപ്പിക്കാൻ അറിയില്ല. ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. ഇന്നലെ ആണെങ്കിൽ നമ്മുടെ മറ്റേ ഗെയിം ഉണ്ടായിരുന്നല്ലോ, പവർ ടീമിലേക്ക് കയറ്റാനുള്ള, അതിനകത്ത് ജിൻഡോ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പവർ ടീമിൽ ആണുങ്ങൾ വന്നു കഴിഞ്ഞാല് കുറച്ചും കൂടെ ഇതായിരിക്കും. ഗേൾസിന് ഇപ്പൊ ഗേൾസ് ആണ് ഇപ്പം ഓൾറെഡി 2 പേരുണ്ട്. നന്ദനെ അവിടെ ഗേൾ ആയിട്ട് പോയി കഴിഞ്ഞാൽ പവർ ടീമിൽ പെണ്ണുങ്ങൾ പോകുന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സെറ്റാണ്. പക്ഷെ നന്ദന ഇതിനെതിരെ പറയാൻ വന്നത് ഇതിനെ കുറിച്ചാണ്. പെണ്ണുങ്ങൾ കയറിയ പെണ്ണുങ്ങൾക്ക് പവർ കാണിക്കും, ഇതുവരെ കയറാത്തോണ്ടാണ് നിങ്ങൾക്ക് അറിയാത്തതെന്നാണ് നന്ദന പറഞ്ഞു വരുന്നത്. പക്ഷെ ലാസ്റ്റ് പറഞ്ഞു വെക്കണത് ജിൻഡോ അവിടെ ജിൻഡോനെ കേറ്റണ്ടെന്നുള്ള ഒരു സാധനമാണ് പറഞ്ഞു വെക്കുന്നത്. നന്ദന പറഞ്ഞു വന്നത് ഒരു ലൈനിലും പക്ഷെ എത്തിപ്പെടുന്നത് വേറെ രീതിയിലുമാണ്. ശരണ്യ ഈ പവർ ടീമിൽ ഇപ്പൊ കൊറേ ആയില്ലേ നിക്കാറുണ്ട്. ശരണ്യ ഒരു നോമിനേഷനിൽ വന്നെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചില ടൈമിൽ ശരണ്യക്ക് എവിടെ നിക്കണം എന്നറിയത്തില്ല. സിബിനുണ്ടായിരുന്നപ്പോ സിബിന്റെ പുള്ളിക്കാരി ഒരു പവർ ടീം ഒക്കെ ശരിയാണ്, അവർക്ക് അധികാരമുണ്ട്. പക്ഷെ ഭയങ്കര ഒരു ഡോമിനേറ്റിംഗ് പരിപാടിയാണ് ശരണ്യ. ശരിക്കും പറഞ്ഞാൽ ശരണ്യ പവർ ടീമിൽ നിക്കണോന്നുള്ളൂ, അല്ലെങ്കിൽ നോമിനേറ്റ് ആയി പോയേന്. അല്ല, ശരണ്യ ആക്ച്വലി ഔട്ട് ആയതാണ് വിഷു എപ്പിസോഡില്. എന്നിട്ട് വിഷു എപ്പിസോഡില് ലാലേട്ടൻ പറഞ്ഞിട്ടാണ് ഓക്കെ ഇതൊരു ഇളവ് ചെയ്യുന്ന വിഷു അല്ലേ, അങ്ങനെ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ട്രേറ്റ് പോയിട്ട് പവർ ടീമിലേക്ക്. അപ്പൊ പിന്നെ ഒരു വിഷു കഴിഞ്ഞിട്ടുള്ള ഈ ഒരു 3-4 ആഴ്ചയിലും ഏപ്രിൽ മന്ത് ഫുള്ള് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഉണ്ടായിരുന്നു, നോമിനേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഉണ്ടായിരുന്ന വീക്കിൽ ബെറ്റർ ആയി. പിന്നെ ഉള്ളത് ഫുൾ പവർ ടീമാണ്. പവർ ടീമോട് ആളുകളെ നോമിനേറ്റ് അല്ല, വിഷു എപ്പിസോഡിന് ശേഷം ഉള്ളതിൽ ആ നോമിനേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവായിരുന്നു. അത് കാരണം ശരി, അതുകൊണ്ടാണ് ജാൻമണി ഔട്ടായത്. അതുകൊണ്ടാണ് ജാൻമണിയും പവർ ടീമിൽ നിന്നാ പോയത്. പവർ ടീം. പിന്നെ സിബിൻ ഈ ഉള്ളിൽ കയറി കിടന്നിട്ട് എനിക്ക് ഇവിടെ പറ്റുള്ള, എനിക്ക് ഹൗസ് ഭയങ്കര ഹോണ്ടിങ് ആണെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് എല്ലാവരും പറഞ്ഞു വിട്ടായിരുന്നു. എനിക്കത് ലോജിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് താല്പര്യം എന്റെ ഡെസിഷൻ ആയിരുന്നില്ല പുറത്തേക്ക് പോരാന്ന് പറയുന്നത്. എനിക്ക് ഇവിടുന്ന് എങ്ങനെങ്കിലും പോണം, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. എനിക്ക് ഇവിടുത്തെ സൗണ്ട് പറ്റുന്നില്ല. എനിക്കൊന്ന് പുറത്തിറങ്ങി 2 ദിവസം പുറത്തുനിന്നിട്ട് തിരിച്ചു കയറാനായിരുന്നു എന്റെ പ്ലാൻ. അതെന്താ അങ്ങനെയാണെങ്കിൽ സിജോ പോയിട്ട് പുറത്തു പോയിട്ട് വന്നു. രശ്മിന് പനിയായിട്ട് രശ്മി പോയിട്ട് രശ്മി തിരിച്ചു വന്നു. ഇപ്പൊ രതീഷ് പോയിട്ട് രതീഷ് തിരിച്ചു വന്നു. രതീഷിനെ ആക്ച്വലി ഇതിന് തിരിച്ചു കൊണ്ടുവന്നേ. രതീഷ് തിരിച്ചു വന്നല്ല, രതീഷ് മറ്റേ ഗസ്റ്റ് ആയിട്ടാ വന്നേന്ന് പറഞ്ഞു. പക്ഷെ എന്തിനാ വന്നേന്നുള്ളത് മാത്രം മനസ്സിലാവുന്നില്ല.
കഴിഞ്ഞ ദിവസത്തെ മറ്റേ പവർ ടീമിലേക്ക് കയറാനുള്ള ഗെയിമില് ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി, രതീഷ് കേരിക്കോട്ടെ ഗെയിമിൽ എന്ന് വെച്ച് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഗസ്റ്റ് ആയിട്ടാ വന്നത്, നിങ്ങൾക്ക് ഇവിടെ പവറോ അല്ലെങ്കിൽ വേറെ പ്ലേയേഴ്സിനെ പോലെ വേറെ ഗെയിമിൽ വരുമ്പോൾ ആക്ടിവിറ്റീസ് ഒന്നും പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എപ്പിസോഡ് കണ്ടില്ല. ഗസ്റ്റ് ആയിട്ടാണ് വന്നത്, അതെനിക്ക് മനസ്സിലായി. പക്ഷെ പുള്ളിക്കാരനെ കൊണ്ടുവന്നതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവും. പിന്നെ വേറെ കാര്യം പറയും, അതായത് രതീഷ് എന്നുള്ളതല്ല, എല്ലാവരുടെ അടുത്തും ചോദിച്ചു കാണും ഇങ്ങനെ ഒരു റീ എൻട്രി, ഒരു 2 ദിവസത്തേന് 3 ദിവസത്തേന് റീ എൻട്രി, ഗെയിമിന്റെ കാര്യങ്ങളൊന്നും ഇതാക്കാൻ ചോദിച്ചു കാണും. TRP കൂട്ടാൻ തന്നെ ആയിരിക്കും, അല്ലാണ്ട്. ഇതിപ്പോ പഴയ ബിഗ് ബോസ് ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് വന്നിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ എന്തോരം വീഡിയോ ഇടുന്ന അഖിൽമാരാറൊക്കെ വന്നിട്ട് ചുമ്മാ ആക്ഷേപിക്കുകയാണ്. അഖിൽമാരാർ, സാബു മോൻ, റോബിൻ. പിന്നെ അതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് ഡിംപിൾ വന്നായിരുന്നു. ഡിംപിൾ വന്നിട്ട് പറഞ്ഞു ലാലേട്ടൻ ആ ഷോയുടെ ഹോസ്റ്റ് മാത്രമാണ്, പുള്ളി ആ ഷോ കണ്ടിട്ട് പുള്ളി അല്ല ഷോ കണ്ടിട്ട് ചെയ്യുന്നത്, പുള്ളിക്കൊരു സ്ക്രിപ്റ്റ് കൊടുത്തേക്കാണെങ്കിൽ പുള്ളിയുടെ ഇങ്ങനെ അവിടുന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ഇങ്ങനെ പറ. അത് കേട്ട് പുള്ളി പറയുന്ന ഒരാൾ മാത്രമാണ്, എല്ലാ കാര്യത്തിലും പുള്ളിയുടെ നെഞ്ചത്തേക്ക് കയറരുതെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ സാബുമോനൊക്കെ എന്ത് അർഹതയാണ് ഫസ്റ്റ് കൊടുക്കാനുള്ളത്, എനിക്ക് എന്ത് അർഹതയുണ്ട് ഫസ്റ്റ് തരാനെന്നും പറഞ്ഞ് അഖിൽമാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ എന്തിനാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് തരുന്നത്, കാരണം പുറത്തുള്ള സാധനം ഇങ്ങനെയാണ്, അവർക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ഞങ്ങൾക്ക് തരാൻ, എനിക്ക് തന്നതിൽ റെമ്യൂണറേഷൻ കൊടുത്ത് ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഇന്നൊരു ലൈവിന്റെ ബാക്കി ഇട്ടിട്ടുണ്ട്, അത് ഞാൻ മൊത്തം കണ്ടില്ല. അതിലും ഇത് തന്നെ ഇതിന്റെ ഒരു എക്സ്പ്ലെയിൻഡ് വേർഷൻ ആണ് പറയണത്. റോബിൻ വന്നിട്ട് പിന്നെ പറയുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ആണ്, നമുക്ക് 1 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അവര് എന്താ പറയണ്ടേ ഒരു കോൺട്രാക്ട് വെക്കുന്നുണ്ട്, അതിന് ആ കോൺട്രാക്ട് അനുസരിച്ച് അവര് പറയുന്ന എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം, അത് ചെയ്തില്ലെങ്കിൽ അവര് വീട്ടിലേക്ക് നോട്ടീസ് അയക്കും, കോടതിയിൽ നിന്ന് നോട്ടീസ് അയക്കും. റോബിന്റെ ഒക്കെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സീസണിൽ പുറത്തിറങ്ങിയപ്പോ തുടങ്ങി പുള്ളിക്കാരൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഭയങ്കര കോൺട്രാഡിക്റ്ററി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒന്ന് കയറിയപ്പോ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ ഭയങ്കര ഫാൻ ബേസ് സാധനങ്ങള്, പിന്നെ ഒന്നുള്ളിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു ബിഗ് ബോസ് പിന്നെ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞു. അത് പറഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ എവിടെയും സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല, എഡിറ്റഡ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ വന്ന് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നു. റോബിന്റെ കേസ് വേറെതുണ്ട്. റോബിൻ ബിഗ് ബോസ് പോയി ഇറങ്ങി വന്ന് ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു, റോബിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ആ ഫാൻ ബേസ് കളഞ്ഞ് അത് കഴിഞ്ഞ് വേറെ കുറെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, ആ പുള്ളിയായിട്ട് പിന്നെ മറ്റേ പോർഷെ പനപ്പിനെ മേടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ തന്നെ കുറെ ട്രോള് ഉണ്ടാക്കി, അവൻ തന്നെ അവന്റെ ഫാൻ ബേസ് കൊടുത്ത് അവന്റെ എൻഗേജ്മെന്റിന്റെ പ്രശ്നങ്ങള്. ആ കല്യാണം നടന്നോ? ഇല്ലല്ലോ. ഇല്ലില്ല, അവര് എൻഗേജ്ഡ് ആണ് ഇപ്പോഴും. പിന്നെ അവന് മറ്റേ എന്തോ ട്യൂമർ ഉണ്ടായിരുന്നു പറഞ്ഞ് അതിന്റെ കുറച്ച് സിമ്പത്തി മേടിച്ചെടുക്കാനുള്ള കുറെ സീനറീസ് അങ്ങനത്തെ കുറെ ഇതുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിലേക്ക് റീ എൻട്രി വന്നത്. ആ റീ എൻട്രി വന്നു കഴിഞ്ഞു. അപ്പം ആ ഒരു ന്യൂസ് ടൈം ഉള്ളപ്പം, അതായത് ആ ഒരു ടൈമിൽ ന്യൂസ് സെൻസേഷൻ ആയിട്ടിരിക്കുക, ആ ഒരു ഇതിനെ ബിഗ് ബോസുകാരെ TRP ആക്കിയെന്നുള്ളൂ. ബിഗ് ബോസിൽ ഇവൻ തിരിച്ചു വന്നാൽ ചെയ്യുന്നുള്ളു. കേറി കഴിഞ്ഞ് പിന്നെ ചവിട്ടി പുറത്താക്കുവേ ബിഗ് ബോസ്. അതായത് ഇതിൽ സീസണില് റോബിൻ കേറി, റോബിൻ ഇത്ര ദിവസത്തേന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് അവിടെ കിടന്ന് അതുപോലത്തെ പരിപാടി അവിടെ അത് കഴിഞ്ഞ് ഇറക്കി വിട്ടപ്പോഴാണ് ഇവൻ ഈ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ്, ബിഗ് ബോസിൽ കാര്യമില്ല, പൈസക്ക് വേണ്ടിയാണ് ബിഗ് ബോസ് ഓരോ കാര്യം ചെയ്യണെന്ന് പറഞ്ഞ റോബിൻ വന്നത്. ആ ഒരു സീസണിൽ വന്നിട്ട് ഇങ്ങനെ റീ എൻട്രി ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അത് റിയാസിന്റെ സാധനങ്ങളാണ്. റിയാസിന്റെ കുറെ സംഭവങ്ങൾ നന്നായിട്ട് റിയാസ് ചെയ്തിട്ടുണ്ട്. ആ കോഡ് സെക്ഷൻ ഒക്കെ നാദറായിട്ടുള്ളത് രസമാണ്. പിന്നെ റിയാസിന്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട് ഇപ്പൊ, അതിന്റെ അകത്ത് റിയാസ് പറയുന്നുണ്ടായിരുന്നു മറ്റേ സിബിനെ ഇറക്കി വിട്ട സമയത്ത് ലാലേട്ടൻ, അല്ലെങ്കിൽ സിബി പോയ ടൈമിൽ ലാലേട്ടൻ സിബിനെ പൊരിച്ചൊരു സീൻ ഉണ്ടല്ലോ, ഒരു സാറ്റർഡേ സൺഡേ എന്ന് വന്നിട്ട്. അപ്പൊ ഇംഗ്ലീഷ് സംസാരിച്ചെന്നും പറഞ്ഞ് റിയാസിന്റെ അടുത്ത് വളരെ മോശമായിട്ട് മോഹൻലാല് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത്ര പോലും സിബിന്റെ അടുത്ത് പറഞ്ഞില്ല. പിന്നെ സിബിൻ ഇത്രയും ഹർട്ട് ആവാനുള്ള കാര്യം അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനം ഞാനിന്ന് കണ്ടായിരുന്നു. ഇത്രമാത്രം സീനാവാനുള്ള കേസൊന്നുമില്ല. അങ്ങനെയാണ് ഇപ്പൊ ഈ സീസണിൽ തന്നെ ജാസ്മിനൊക്കെ നേരിട്ട അത്രയും റിയാക്ഷൻസോ അല്ലെങ്കിൽ അവര് മോഹൻലാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ റിയാക്ഷൻസ് ഒക്കെ ജാസ്മിനെ ബാധിക്കുന്ന അത്രയും വേറെ ആർക്കെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? സിബിൻ വന്ന ടൈമില് മോഹൻലാൽ നല്ല രീതിയിൽ പറഞ്ഞു, സിബിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു.
പെട്ടെന്ന് ഒരു വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ശരിയല്ല, ജനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, നിങ്ങളെ പവർ ടീമിൽ നിന്ന് മാറ്റണം എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. പവർ ടീമിൽ നിന്ന് മാറ്റി നോമിനേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അത് അങ്ങെന്തോ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്തതുപോലെയായി. അത് പെട്ടെന്ന് ഇൻസൾട്ട് പുള്ളി ആ ഒരൊറ്റ വീക്ക് മൊത്തം ഒരു സുപ്രീം പവർ എന്നുള്ള രീതിയിൽ എല്ലാരും കൂടെ അങ്ങ് കയറ്റി വെച്ച് പുള്ളി ചെയ്യുന്ന ഒക്കെ ഓക്കെയാണെന്ന് പുള്ളി അങ്ങ് വിശ്വസിച്ചിരിക്കുവായിരുന്നു. വന്നപ്പോഴേക്കും മൊത്തം ഉൾട്ടടിച്ചപ്പോ എല്ലാരും ഉൾട്ടടിച്ചു. അവരുടെ കൂടെയുള്ള പവർ ടീം ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞു സിബിൻ വളരെ മോശം രീതിയിലായിരുന്നു ആ വീക്കിൽ പവർ ടീം ഹാൻഡിൽ ചെയ്തിരുന്നത് എന്നുള്ളത്. അത് പുള്ളിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഈ പവർ ടീമിന് പുറത്തുള്ളവർ വരെ പുള്ളിനെ വന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പോ എല്ലാരും കൂടെ തിരിഞ്ഞു. അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അത് ഭയങ്കര എന്താ പറയണ്ടേ, അത് ചുമ്മാ ഒന്നുമല്ല. ഇവൻ ഓരോ ഐഡിയാസ് ഇവൻ പറയുമ്പോഴാണ്, ആ വീക്ക് മൊത്തം എടുത്തു നോക്കിയാൽ ഓരോ ഐഡിയാസ് പറയുമ്പോഴാണെങ്കിൽ ഇവന് ഭയങ്കര സപ്പോർട്ടായിരുന്നു കിട്ടുക. അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. ഈവൻ ഓരോ കാര്യം ജാസ്മിനോ ഗബ്രീനോ ടാർഗറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഇവന് ഭയങ്കര സപ്പോർട്ടായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന ആളുകളുടെ അടുത്ത്. ആ സപ്പോർട്ട് ഗബ്രീനെ ടാർഗറ്റ് ചെയ്യുമ്പോഴാണല്ലോ, എല്ലാവരും ടാർഗറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇവന് ഭയങ്കര സപ്പോർട്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡ് വന്നു കഴിഞ്ഞപ്പം ഈ കൂടെ നിന്നവര് തന്നെ വന്നിട്ട് ഭയങ്കര ടാർഗറ്റിംഗ് ആയിരുന്നു, ഇവൻ ഭയങ്കര പവർ കാണിക്കുമായിരുന്നു എന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവന് മൊത്തം ലാലേട്ടനും വന്ന് അത് പറഞ്ഞു, എല്ലാം ചെയ്ത് തെറ്റായിപ്പോയി, ഇവൻ ചെയ്ത് തെറ്റായിപ്പോയി. കാരണം ഇവനാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയെന്നുള്ള രീതിയിൽ ഇവന്റെ തലയിൽ ഇട്ട് കൊടുത്തു എല്ലാവരും കൂടെ. അതായിരുന്നു ശരി. കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ക്രിയേറ്റ് ചെയ്തതും ജാസ്മിനെയും ഗബ്രീനെയും മാത്രം ടാർഗറ്റ് ചെയ്ത് കളിച്ചതും ഒക്കെ സിബിൻ തന്നെയാണ്. സിബിന്റെ ഫുൾ പ്ലാൻ മാസ്റ്റർ പ്ലാൻ അവൻ തന്നെയായിരുന്നു. പിന്നെ എല്ലാരും കൂടെ സപ്പോർട്ടും കൂടെ വന്നു കഴിഞ്ഞപ്പോ അടിപൊളിയാണ്, എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാൻ കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ നിന്നു. ലാസ്റ്റ് ഉൾട്ടടിച്ചപ്പോ പുള്ളിയുടെ കയ്യിൽ നിന്ന് പാളിപ്പോയി. ഇന്നലെ രാത്രിയിലത്തെ ലൈവില് ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഒരു ആ ലൈവിന്റെ പകുതിയോളം, രാത്രിയിലത്തെ ലൈവിന്റെ പകുതിയോളം ലൈവ് കട്ടാവണയുടെ വരെ ഗബ്രിയുടെ ജാസ്മിന്റെ ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അവരുടെ റിലേഷന്റെ പ്രശ്നങ്ങളും കാര്യമാണ്. എല്ലാ അവരുടെ ഒരു മണിക്കൂർ എങ്കിലും അവരുടെ രണ്ടുപേരുടെയും കോൺവെർസേഷൻ മാത്രം കാണിക്കുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് വിടാൻ നോക്കിയിട്ടുണ്ട്, പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ചേരം കഴിച്ചിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്. ഇത് ഇവരുടെ റിലേഷൻഷിപ്പ് എന്തുവാന്ന് അറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ എന്താ വെച്ചാൽ ഇവര് ഇങ്ങനെ ഒരു ഷോയിലാണ് വന്നിട്ടുള്ളത്. അപ്പോ ഇവർക്ക് പുറത്തുനിന്നുള്ള സപ്പോർട്ട് വേണം താനും. ഒന്നെങ്കിൽ ഞങ്ങള് പുറത്ത് എന്ത് സംഭവിച്ചാലും ഓക്കെയാണ്, നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത് തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ഇത് എന്തായിരുന്നു, ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ ചെയ്യണം. ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ ഇത് കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്ത് ഉത്തരത്തിൽ എടുക്കുകയും വേണം സെറ്റപ്പിൽ ഇവര് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്ത് എടുത്തിട്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നും നമുക്കുണ്ടായിട്ടല്ല. പക്ഷെ അത് ഡിഫൈൻ ചെയ്ത് എടുക്കാനും പറ്റത്തില്ല, നടക്കൂലെന്ന് അറിയുകയും ചെയ്യാം, കയ്യിൽ നിന്ന് കളയാനും പറ്റത്തില്ല. ഓഡിയൻസിന്റെ സപ്പോർട്ട് വേണം എന്തായാലും. അത് നടക്കത്തില്ല. ഇവർക്ക് രണ്ടുപേർക്കും അറിയാം ഇവർ രണ്ടുപേരും കണ്ടന്റ് ആണെന്ന്. അത് കഴിഞ്ഞ ദിവസത്തെ ആ ലൈവിലിരുന്ന് അവര് പറയുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. നമ്മൾ അങ്ങോട്ട് അത് സൗണ്ട് പുറത്താണ് പറയണത്, ഇതേ സൗണ്ട് കുറച്ച് ഒരു മൂലയിൽ ആ വാഴയുടെ ചോട്ടില് ആ ഇതില് വന്നിരുന്നാണ് പറയണത്. ആര് കാണാത്തൊരു മൂലയിൽ വന്നിരുന്ന അവർ പറഞ്ഞ ഒരു കോൺവെർസേഷൻ ആണ്. നമ്മൾ രണ്ടുപേരും പുറത്ത് എപ്പം ട്രെൻഡിങ് ആണ്, നമ്മൾ രണ്ടുപേരാണ്. അപ്പൊ ഈ റിലേഷന്റെ പ്രശ്നം പുറത്തറിയാം, അപ്പൊ നമ്മൾ ഇതിന് ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് ശരിക്കും അത് ഭയങ്കര ഒരു കാര്യമാണ്. അതായത് അവർ രണ്ടുപേരും തമ്മിലുള്ള സാധനം അവർക്കറിയാം അത് ട്രെൻഡിങ് ആണെന്നുള്ളത്. അതിനാണ് അവര് ഈ പറഞ്ഞ ഡിഫൈൻ ചെയ്യാനും ജസ്റ്റിഫിക്കേഷൻ നടത്താനും അവരുടെ ഇമോഷൻ അപ്പുറം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗബ്രി ഇവർ തമ്മിലുള്ള ഇമോഷൻ അപ്പുറം അതിനൊരു ട്രെൻഡിങ്നെസ് ആണ്, ഗെയിമായിട്ടാണ് കൊണ്ടുവരുന്നത്. തുടക്കത്തില് ജാസ്മിനും അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്ന പോലെ തോന്നുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരിക്ക് അതൊരു ഇമോഷണൽ ആയിട്ട് പിന്നെ ലെവലിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷെ അങ്ങോട്ട് എത്താനും പറ്റുന്നില്ല. പിന്നെ നാട്ടുകാരുടെ അക്സെപ്റ്റൻസ് വേണം താനും. ഇത് ഞാനൊരു ട്രോള് കണക്കൊരു സാധനം കണ്ടു, ട്രോളല്ല ഒരു റീല് കണ്ടതാണ്. എല്ലാരും പറയുന്നുണ്ടല്ലോ, ജാസ്മിൻ ഈ ഷോയില് വന്നപ്പം അവളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന എൻഗേജ്മെന്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് പുറത്തൊരാളുണ്ട്, എന്നിട്ട് അകത്ത് വന്ന് ഗബ്രി ആയിട്ടുള്ള ഈ ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത്. അപ്പൊ പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ശ്രീനിയും പേളിയും തമ്മിൽ വന്ന സമയത്ത് ശ്രീനി വരുമ്പോ എനിക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് പുറത്തുണ്ടായിരുന്നു, ഇതിനുള്ളിൽ വന്നിട്ടാണ് പേളിനായിട്ട് റിലേഷൻ ആയിട്ട്, പേളിൽ എത്ര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണോ ഇത് ആരും ചർച്ചാ വിഷയമാക്കി എടുക്കാത്തതെന്നും പറഞ്ഞ്
ഞാൻ ഒരു കമന്റ് കണ്ടുവന്ന്. പക്ഷെ അത് രണ്ടും വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നിയത് പേളിയും ശ്രീനിഷിന്റെ കേസും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം പേളിയും ശ്രീനിഷും സ്റ്റാർട്ട് ചെയ്തത് റിലേഷൻ ടൈപ്പ് രീതിയിലല്ല. അവര് അവര് ഭയങ്കര ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ അവര് നോർമൽ ഇതിലാണ് തുടങ്ങിയത്. റിലേഷൻഷിപ്പ് ആയിരുന്നു. അതായത് ഇങ്ങനെ ഒരു ഗെയിം സ്ട്രാറ്റജി, അവരുടെ മനസ്സിൽ ഗെയിം സ്ട്രാറ്റജി ഇല്ലായിരുന്നു. ഇതിൽ അവര് ഒരു ഗെയിമിന്റെ കൂടെ ഈ സാധനം ഡെവലപ്പ് ചെയ്ത് വന്നതാണ് അവർക്ക്. പക്ഷെ അല്ല, ഇപ്പൊ അഖിൽമാരാർ എന്ന് പറയണ്ടല്ലോ സ്ക്രിപ്റ്റഡ്. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ഒരു എപ്പിസോഡ് ലൈവ് എപ്പിസോഡ് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവണേ. ലൈവ് ശരിക്കും ലൈവ് അല്ല. കഴിഞ്ഞ ദിവസം, അതായത് 24 hours മുമ്പുള്ള കാര്യമാണ് നമുക്ക് ലൈവായിട്ട് വരുന്നത്. കാരണം നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പവർ ടീമിന്റെ ഗെയിമിന് മുമ്പ് വന്നൊരു പ്രമോ ഗെയിം ഇന്ന് ഉച്ചയ്ക്കാണ് പവർ ടീമിന്റെ ഗെയിം വന്നത്. പക്ഷെ അതിനു മുമ്പ് പവർ ടീമിന്റെ ബാഡ്ജ് ഇട്ട് സായിയും നന്ദനയും വന്നിരിപ്പുണ്ട്. സായി നന്ദനയുടെ ഇതില് പവർ ടീമിന്റെ അത് പ്രമോയില് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗബ്രി ഇരുന്ന് ടാസ്ക് വായിക്കുന്നു, സൈഡില് ജാസ്മിന്റെ കൂടെ ഇരുന്ന് ഗബ്രി ഇതെല്ലാം കേട്ടോണ്ടിരുന്നു തലയാട്ടുന്നു. അപ്പൊ 2 കോയയാ അവനും കൂടെ ഞാനും അപ്പൊ 2 കോയയാ. അയ്യോ. പിന്നെ ടിവിയിൽ വരുന്നതാണെങ്കിലും മറ്റേ ദിലീപ് വന്ന എപ്പിസോഡ് ഞാൻ ലൈവ് കുറച്ച് കണ്ടിരുന്നു. പക്ഷെ അതിന്റെ പിറ്റേ ദിവസമാണ് അത് ടിവിയിൽ വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി രാത്രി 12 മണി, രാത്രി 1 മണി എന്നൊക്കെ പറയുന്നുള്ളു. അപ്പൊ തലേ ദിവസത്തെ പ്രോഗ്രാം ഒരു 1.5 മണിക്കൂറായിട്ട് അവർ എഡിറ്റ് ചെയ്തിട്ടുള്ള സാധനമായിരിക്കും വന്ന്. അങ്ങനെ ഞാൻ ആലോചിച്ചു. പക്ഷെ ഈ ലൈവിന്റെ കാര്യം ഇതുപോലെ തന്നെ ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പോ നമ്മൾ രാത്രി 9 മണിക്ക് നമുക്ക് ലൈവ് കാണാം. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് പോയിട്ടാണ് വരുന്നത്. ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണോ, അതൊക്കെ ഇതുള്ളതാണോ ഒരു പിടിയുമില്ല. അതിന്റെ ഇടയ്ക്ക് കുറെ സമയത്ത് ബിഗ് ബോസ് നിർത്തലാക്കി, കോടതിയിൽ ഉത്തരവ് വന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെയും കുറെ ഇതൊക്കെ കാണുന്നുണ്ട്. അതിന്റെ കോടതിയുടെ ഉത്തരവ് ഞാൻ ഈ കോടതിയുടെ ഉത്തരവ് വന്ന് കുറച്ച് അങ്ങനത്തെ റീല് 2-3 ദിവസമായിട്ട് അങ്ങനത്തെ യൂട്യൂബിൽ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൂജ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, പൂജ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പുതിയ ചാനൽ തുടങ്ങി. പുതിയ ചാനലല്ല, പണ്ടുണ്ടായിരുന്ന ചാനൽ, വീഡിയോ ഒന്നും ഇല്ലായിരുന്നു പൂജ കൃഷ്ണ. അതില് പൂജയുടെ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളും ഒക്കെ ഇട്ട് പൂജ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പൂജ അതുപോലെ അഖിൽ വാരാർ എന്താ പറയുന്നുണ്ട്, എന്തൊക്കെ ആയിരുന്നു ഞാൻ ആ ഷോയിൽ നിന്ന സമയത്ത്. സീക്രട്ട് അണ്ണനെ അകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീക്രട്ട് അണ്ണൻ ഇപ്പൊ അങ്ങനെ ചെയ്യും, എങ്ങനെ ചെയ്യും, മല മറിക്കും, റോബിൻ പറയണതാണ് കറക്റ്റ് കാര്യം. പുറത്ത് കിടന്ന് വളവളാന്ന് പറഞ്ഞോണ്ടിരുന്നു, എന്നിട്ട് അകത്ത് വന്നിട്ട് അതേ സാധനമാണ് ബിഗ് ബോസ് കഴിഞ്ഞ ദിവസം 15th എപ്പിസോഡിൽ ഇട്ട് ട്രോൾ ചെയ്തത്. ഞാൻ അകത്ത് വരുന്നത് അകത്തുള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കാനാണ്. അതുപോലെ സീക്രട്ട് ഏജന്റ് റോങ്, സ്നേഹ ഏജന്റ് ടിപ്പ്. ഞാൻ ഈ പറയുന്നുണ്ട് കെട്ടിയതിനെ കുറിച്ച് തന്നെയാണ് കെട്ടിയോള് തന്നെ നല്ല വൃത്തിക്ക് അങ്ങ് ട്രോളി വിട്ടിട്ടുണ്ട്. സത്യം. അവളുടെ വീഡിയോസ് കാണുമ്പോ മനസ്സിലാവും അകത്തിരുന്ന് ഇവ പുഴുങ്ങണത് അവള് പച്ചയ്ക്ക് പറയുന്നുണ്ട്. വേറെ ആരും പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ആരും പറയാൻ സംഭവിച്ചില്ല. എന്റെ കിട്ടനെ കുറിച്ച് പറഞ്ഞ എനിക്കറിയാം. ചോദിച്ചിട്ടുണ്ട് കിച്ചൺ ടീമിൽ നിന്ന് അൻസിബ മാത്രം നിന്നാണ് കുക്ക് ചെയ്തെന്നുള്ളത്. എനിക്ക് അങ്ങനെ ഭയങ്കര നമുക്ക് ഇപ്പൊ പല ലൈവുകൾ കണ്ടാലും നമുക്ക് മനസ്സിലാവും. സിജോ നടത്ത ലൈവ് ആണെങ്കിലും എന്ത് കണ്ടാലും അൻസിബ അവിടെ കിച്ചൺ ഏരിയയിൽ അൻസിബ മാത്രമേ നിൽക്കുള്ളൂ, വേറെ ആരും ഇല്ലാത്ത പോലെ നമുക്ക് തോന്നുമായിരുന്നു. ചെയ്യുമ്പോഴാണെങ്കിലും ഇവര് ജാസ്മിൻ ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും അവരെന്തെങ്കിലും ഒന്ന് ചെയ്യുന്നു, അവര് പോകുന്നു. ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് അൻസിബ ഉണ്ടാക്കുന്നത്. അപ്പൊ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെ പോയാലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം. അതും നമ്മള് വീട്ടിലുണ്ടാക്കുന്ന പോലെ 1, 2, 3 പേർക്കല്ല ഉണ്ടാക്കുന്നത്. ഇത് അത്രയും പേർക്ക് ഉണ്ടാക്കുന്ന ഫുഡല്ലേ. കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന ലൈവ് കണ്ടിട്ടോ. അന്നേരം നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സാധനമാണ്, ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഓരോ സീൻ കാണിക്കുമ്പോഴും ഇപ്പുറത്ത് കിച്ചണിൽ അൻസിബ മാത്രം നിന്ന് അതൊരു 2-3 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്തു. അപ്പൊ ഇത് കണ്ടിട്ട് വിഷമം വന്ന അബി ചെന്നിട്ട് അൻസിബിനെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ അബി ആ ഡൈനിങ് ഏരിയയിൽ വന്നിരുന്നിട്ട് ക്യാബേജ് അരിയുന്ന ടൈമിലാണ് സിജോ എൻട്രി ചെയ്യുന്നത്. സിജോ വന്ന് സിജോയുടെ പുസ്തകം കഴിഞ്ഞ് സിജോ അങ്ങനെ പോയപ്പോഴത്തേക്കും ജാസ്മിൻ ഓടി ചെന്ന് അബിയുടെ അടുത്തിരുന്ന് 2 ക്യാബേജ് എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ചോദിക്കുക,
ഷിജോയ്ക്കും ശ്രീധുവിനും തമ്മിൽ നേരത്തെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പുറത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം സ്പ്രെഡ് ചെയ്തായിരുന്നോ? അപ്പൊ അവൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളൂ, അല്ലാണ്ട് ശ്രീധുവിന്റെ ഷിജോന്റെ കാര്യം എനിക്കറിയത്തില്ല, നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല ഞാൻ ചോദിച്ചുള്ളൂ, എനിക്കറിയത്തില്ല, ഞാൻ ഓർക്കുന്നില്ല എന്ന് അഭി തിരിച്ചു മറുപടിയും പറഞ്ഞു. അന്ന് നീ ബാക്കി അവിടെ ഇട്ടിട്ട് അവള് തിരിച്ചു പോക്ക്. ആക്ച്വലി കിച്ചൺ ഡ്യൂട്ടി ഉള്ളത് ജാസ്മിനാണ്. അഭി ഹെൽപ്പ് ചെയ്യാൻ വന്നിരുന്നതാ. അവന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ബാക്കി നീ ചെയ്തോന്ന് പറഞ്ഞിട്ട് അവൾ എണീറ്റ് പോയി. അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും പോയി കിച്ചണിൽ നിന്ന് ഡ്യൂട്ടി എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുവാണെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് വരുന്നു. പിന്നെ സവോള അരിയോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് റൂമിൽ എടുത്തോണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങോട്ട് എടുത്തോണ്ട് തരാവോ, ഇങ്ങോട്ട് എടുത്തോണ്ട് തരാവോ, ഞാൻ ഇവിടെ നിന്ന് ചെയ്തോളാം. അതിപ്പം ജിൻഡോയുടെ കേസ് പറഞ്ഞാലും ജാസ്മിന്റെ കേസ് പറഞ്ഞാലും രണ്ടുപേരും പണി എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിക്കാൻ വേണ്ടി പണിയെടുത്തു എന്നല്ലാണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ നോമിനേഷൻ വന്നു കഴിഞ്ഞപ്പോ, ജയിൽ നോമിനേഷൻ വന്നപ്പോ അൻസിക പറഞ്ഞ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് നടത്തായിരുന്നു ചെയ്തത്. എന്നിട്ട് നോമിനേഷൻ എല്ലാം കഴിഞ്ഞപ്പോ ജാസ്മിനെ ജിൻഡോ ഞാൻ നോമിനേറ്റ് ചെയ്തു. നോമിനേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ജാസ്മിൻ ആ സെറ്റിൽ നിന്ന് പറയാ, അവിടെ കിടന്ന് അത്രയും പാത്രം ഞാൻ കഴുകി വെച്ചതൊന്നും ആരും കണ്ടില്ലായിരുന്നോ? ആഴ്ചയിലെ 4 ദിവസത്തെ പാത്രം മൊത്തത്തിൽ കഴുകിയെന്നുള്ള ആണ് പറയണേ. ഒരു നേരത്തെ കുക്ക് ചെയ്യണേന്റെ പാത്രം 4 ദിവസം കഴിക്കാണ്, ബാക്കി നേരം ഉണ്ടല്ലോ. രാവിലെ മാത്രമല്ലല്ലോ പാത്രം കഴുകുന്നത് കുറച്ചു നേരമല്ല നിന്ന് പാത്രം കഴുകുന്നത്. ഈ ഫുഡ് ഫുഡ് ഉണ്ടാക്കുന്ന അവിടെ നിന്ന് അത് കരിഞ്ഞു പിടിക്കാണ്ട് അത് നന്നായിട്ട് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അവിടെ തന്നെ നിക്കണം ഒരു പരിധി വരെ ഉണ്ടാക്കുന്ന ഫുഡ് അനുസരിച്ച്. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഇന്നലത്തെ എപ്പിസോഡില്, ഇന്നലത്തെ ലൈവില് രാത്രി ഇതുണ്ടായിരുന്നു. ഇന്നലെ ജാസ്മിനാ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ഫുഡാണെന്ന് പറഞ്ഞ് അൻസിബ, ഋഷി പിന്നെ ശ്രീരേഖ അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് നല്ല ഫുഡാണ്, നല്ല രസമുണ്ട്, ഇതുണ്ടാക്കാൻ അറിഞ്ഞിട്ടാണോ അവൾ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞേ എന്ന് ചോദിക്കാണ്. അപ്പോൾ അൻസിബ പറയാണ് അങ്ങനെ പറയുന്നത് വെറുതെയാണ്, എല്ലാവർക്കും ബേസിക് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാം, വെറുതെ പറയുന്നതാണെന്ന് പറയാം. അപ്പൊ ഋഷി പറഞ്ഞു ഇല്ലടി അങ്ങനെ പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, എനിക്കൊരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല, എനിക്ക് സത്യമായിട്ട് എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പൊ അൻസിബ 2-3 പ്രാവശ്യം പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന വെറുതെയാണ്, ഈ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർ മൊത്തം എക്സ്ക്യൂസ് പറയുന്നതാണ്. ശരിക്കും ഉണ്ടാക്കാൻ എന്തായാലും ബേസിക് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, അങ്ങനെ അറിയാം. അപ്പൊ ഋഷി പറയാണ് ഇല്ലടി സത്യമാണ്, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഈ പറയുന്ന സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, അപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. പഞ്ചസാര നീ പറഞ്ഞാൽ ശരിയായിരിക്കും, നീ പറയുന്ന ചിലപ്പോ നീയൊക്കെ ചിലപ്പോ ജെന്യൂൻ ആയിട്ട് പറയുന്നല്ലേ, അപ്പൊ നീ പറയുന്നത് ശരിയായിരിക്കും, പക്ഷെ അവളെ പോലെ അപ്പൊ ഋഷിയും പറയാണ് അത് ശരിയാ, അവളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടവള് ബുദ്ധിമുട്ടി വന്ന ഒരു പെങ്കൊച്ചല്ലേ, അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതല്ലേ, അതുകൊണ്ട് അവൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. രസാണ്, എല്ലാരും പറയുന്ന സാധനങ്ങള് ഭയങ്കര രസാണ്. ഇത് ഈ കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പം അടുക്കളയിൽ നിക്കുക എന്ന് പറഞ്ഞു, കിച്ചൺ ടീമിൽ നിക്കുക എന്ന് പറഞ്ഞാൽ കുക്കിംഗ് മാത്രമല്ലല്ലോ അവിടെ ഉള്ളത്, അരിഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്, ഓരോ സാധനം എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി. ഈവൻ നമ്മൾ പോലും കുക്ക് ചെയ്തോണ്ടിരിക്കും, ഞാനിപ്പോ കുക്ക് ചെയ്യാറുണ്ട്, അപ്പം നമ്മൾ പോലും കുക്ക് ചെയ്യുന്ന ടൈമില് ഇപ്പൊ ഞങ്ങള് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ 4 പേര് നിന്നോണ്ടിരുന്ന ടൈമില് ഞാൻ മാത്രമായിരിക്കും ചിലപ്പോൾ കുക്കിംഗ്, അല്ലെങ്കിൽ വേറെ മാത്രമായിരിക്കും കുക്ക് ചെയ്യണേ. അപ്പൊ 3 പേര് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ നമുക്കറിയില്ല ടൈം പോണതോ, നമുക്കൊരു മടുപ്പോ ഉണ്ടാവില്ല. അത് ഈ കുക്ക് ചെയ്യണതിന്റെ അടുത്ത് നിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എടുത്തു കൊടുക്കാൻ പോലും ഇപ്പം ചിലപ്പോ ഒരു ഹെൽപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വെറുതെ സംസാരിച്ച് നിന്നാൽ തന്നെ ഒരു പണി ചെയ്യണമെങ്കിൽ പോലും അപ്പുറത്തിരിക്കും സാധനം, നമ്മൾ കുക്ക് ചെയ്യുന്നിടത്ത് ആയിരിക്കില്ല സാധനം അപ്പുറത്ത് ഒന്ന് എടുത്തേന്ന് പറയുമ്പോ നമ്മൾ അങ്ങോട്ട് പോണേലും കൺവീനിയന്റ് ആണ്, എടുത്തേന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധനം എടുത്തു കൊണ്ട് തന്നത്. എല്ലാ സാധനവും നമ്മള് തന്നെ പറയുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ പോണേന്ന്. അപ്പൊ അൻസിബ പറയുന്നത് ശരി, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഒരാവശ്യം വരുമ്പോ ഞാൻ അവിടെ വന്ന് വിളിച്ചിട്ട് വന്ന് എടുപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്? അന്നേരം പറയണു ഞാൻ ഇവിടെ പാത്രം കൈക്കൊണ്ടൊക്കെ നിൽക്കുവാണല്ലോ, അന്നേരം പറയത്തില്ലായിരുന്നു അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല ഇവിടെ നിൽക്കാന്ന്, അന്നേരം എന്താ പറയാ ചെയ്യുമ്പോഴല്ലേ. പിന്നെ അൻസിബയുടെ കേസിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നേക്കണേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ പോകുന്ന സമയത്ത് അവര് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതന്നെ ശരിയാണ്, വിളിച്ചാൽ കറക്റ്റ് സമയത്തിന് വരുന്നില്ല. പക്ഷെ ജാസ്മിൻ പറയുന്ന ഒരു പോയിന്റ് കറക്റ്റാ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞ് പോകുന്ന സമയത്ത് പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ വിളിക്കണോട്ടോടാന്ന് പറയും. അപ്പൊ അൻസിബ പറയുന്ന ഡയലോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആവശ്യമുള്ളപ്പോ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞാ പറഞ്ഞു വിടുന്നത്. അപ്പൊ അൻസിബയ്ക്ക് പറയാം പോവരുത്, ഇവിടെ നിക്കണം. അത് അൻസിബയും പറഞ്ഞൊരു കേസാണ്. എനിക്ക് അൻസിബ പറഞ്ഞൊരു കേസ്, എനിക്ക് അങ്ങനെ ചോദിച്ച് പറയാൻ അറിയില്ല എന്നുള്ളൊരു കേസ് അൻസിബ തന്നെ പറഞ്ഞിട്ടുണ്ട്.
അടി ഉണ്ടാക്കാൻ അറിയുന്ന കാര്യങ്ങള്. അതെ, ജാസ്മിൻ പോകരുത്, നിൽക്കണം, എനിക്കിവിടെ ഹെൽപ്പിന് വേണം, അല്ലെങ്കിൽ ജാസ്മിൻ അത് ചെയ്യാവോ, ജാസ്മിൻ ഇത് ചെയ്യാവോ, അല്ലെങ്കിൽ ജാസ്മിൻ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവര് അടി ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ പറയുന്നത്. ആ സമയത്ത് ഇവരൊരു ടീമല്ലേ. ഇപ്പൊ ഫുൾ ടൈം നിക്കുമായിരുന്നു എന്നാ പറഞ്ഞത് അൻസിബ. അതുകൊണ്ട് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജാസ്മിൻ ചോദിക്കുന്ന ടൈമില് ഒരു കാര്യം ചെയ്യും, ജാസ്മിൻ കുറച്ചൊന്ന് ഇളക്ക്, ഞാനൊന്ന് ഇരുന്നോട്ടെ. അത് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ജാസ്മിൻ അയ്യോ പറ്റില്ല ചേച്ചി ഇരിക്കണ്ട, ഞാൻ പോയി ഇരുന്നോളാന്നൊന്നും ജാസ്മിൻ പറയത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ജാസ്മിൻ ആണെങ്കിലും ജിൻഡോ ആണെങ്കിലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് രണ്ടുപേരും ചെയ്യില്ല എന്ന് പറയില്ല. അതെ, അതാ പറഞ്ഞത്. ഇപ്പൊ അൻസിബിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ, അൻസിബിക്ക് അല്ലെങ്കിൽ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ജാസ്മിൻ ഇതൊന്ന് നോക്കൂ, ഞാനിപ്പോ വരാം, അല്ലെങ്കിൽ ജാസ്മിൻ ജിൻഡോ ഇതൊന്ന് നോക്കൂ, ഞാനൊന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ അവര് ചെയ്യണ്ടെന്ന് അവര് പറയത്തില്ല. അത് ചെയ്യാത്തത് അൻസിബയുടെ ഭാഗത്തുനിന്നുള്ള തെറ്റാണ്. ഇതിപ്പോ അപ്സരയും പറയുന്നുണ്ട്. ഇവര് ഈ കഴിഞ്ഞ വീക്ക് അപ്സരയൊക്കെ ആയിരുന്നു ടീം, കിച്ചൺ ടീമായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇപ്പൊ അർജുനാണെങ്കിലും ഗബ്രിക്കാണെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സര ചെയ്യുമ്പോ അവരവിടെ ഉണ്ടായിരുന്നു. ശരിയാ, ഞാൻ ഓർക്കുന്നുണ്ട്. അവർക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാർ. അപ്സരയാണ് മെയിൻ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അവരവിടെ ടീമായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു. എന്ത് ആവശ്യത്തിനാണെങ്കിലും എടുത്തു കൊടുക്കാൻ, ഇടയിൽ അരിഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ പാത്രം കഴുകാനാണെങ്കിലും ചെയ്യാനൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു. ജാസ്മിൻ തേങ്ങ ചെല്ലണ കാര്യം പറഞ്ഞപ്പോ ജാസ്മിൻ അയ്യോ എനിക്ക് പറ്റത്തില്ല, ഭയങ്കര ബലമായിരുന്നു, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഫിസിക്കലി ഇൻവോൾവ് ആവേണ്ട കാര്യം അതുകൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ജിൻഡോട് ചെയ്യാൻ പറഞ്ഞപ്പോ ജിൻഡോ അവിടെ എന്താ വേറെന്തോ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഞാൻ വന്ന് ചെയ്തോളാന്നും പറഞ്ഞ് ചെയ്തു. അതിന്റെ കണക്ക് ലാലേട്ടൻ പറഞ്ഞ എപ്പിസോഡിൽ പറയുന്നുണ്ട്. 3/4 മുറി തേങ്ങ ചെറുതായിട്ട് കണക്കാണ് ഇവള് പണിയെടുത്തു എന്ന് പറഞ്ഞത്. അത് ഡോറ പറയുന്നൊരു സാധനമുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാരും പറയുന്നുണ്ട് ഇവള് പണിയെടുത്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് പേഴ്സണൽ ഗ്രഡ്ജാന്ന് പറയും, ലാലേട്ടൻ ഒന്നും പറയും, ലാലേട്ടൻ പറയുന്നത് പറയത്തില്ല. അത് എല്ലാ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിലും നോറയ്ക്ക് പറയാൻ ഒരു സ്പേസ് കൊടുക്കും. നോറയ്ക്ക് വേറെ എവിടെയും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പുള്ളി കൊടുക്കുമ്പോ പുള്ളിക്കാരിക്ക് പറയാൻ പറ്റുന്നുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോ വല്ലാത്തൊരു സമാധാനം ഉണ്ടാവുന്നുണ്ട്. നോറയുടെ കേസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മറ്റേ കിച്ചൺ ടീമിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്ന ജിൻഡോയുടെ മറ്റേ ഇന്നർവെയർ അവിടെ കൊണ്ടുവച്ചു എന്നുള്ള പ്രശ്നം കൊണ്ട് അത് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല, അപ്പൊ പറയുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരി. അപ്പൊ തന്നെ പറഞ്ഞോളൂ. പിന്നെ ആ ഒരു നല്ലൊരു ഇതാണ്. അത് ലാലേട്ടൻ്റെ അടുത്തും പറഞ്ഞു, എനിക്കത് പറയാൻ പോലും തോന്നുന്നില്ല, എന്നാലും ഉള്ളിലുള്ള സാധനം കൊണ്ട് അടുക്കള കൊണ്ട് വെച്ച് ലാലേട്ടോ. ജിൻഡോയ്ക്ക് പറയാനാണ് ഇങ്ങനത്തെ അശ്ലീലകരമായിട്ടുള്ള ഒരുപാട് കഥ തൊട്ടക്കം തൊട്ടതാ ഇവിടം വരെ ഉണ്ട്. ഡ്രസ് പൊക്കിയെടുത്തത് ഓർക്കണല്ലേ? അതെ, ജാസ്മിന്റെ ഇന്നവേഴ്സ് ഡ്രസ്സിന്റെ അടിയിൽ നിന്ന് കണ്ടെന്ന് അവിടെ സോഫയിൽ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞിട്ട് നോറയൊക്കെ ജിൻഡോന് ട്രോളുമാണ്. എന്തെങ്കിലും പറ്റില്ല എന്ന് പറഞ്ഞു വരുമ്പോ ഗ്യാസിന്റെ മരുന്ന് ലാലേട്ടൻ കൊണ്ടെത്തന്നു. പിന്നെ ശ്രീധയുടെ ക്യാപ്റ്റൻസി നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ഗെയിമിന്റെ കേസിൽ വന്നപ്പോൾ, ആ ഫിസിക്കൽ ഗെയിമിന്റെ കേസിൽ വന്നു കഴിഞ്ഞപ്പോൾ ജിൻഡോ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ശ്രീധുവിന് എടുക്കായിരുന്നു. ജിൻഡോയും ഗബ്രിയും ഔട്ടാണെന്ന് പറയായിരുന്നു. അവർ ഔട്ടാന്ന് പറയാണ്ട് ബാക്കിയുള്ളവർ ഔട്ടാന്ന് പറയാന്ന് ചെയ്തു. ആ ഒരു കാര്യം ലാലേട്ടൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്ന ഒരാൾ എന്തിനാ ഗെയിമിൽ നിർത്തിയത്? അപ്പൊ തന്നെ ഔട്ടാന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ഇല്ലാതായിരുന്നല്ലോ. അതിനോട് ഞാൻ യോജിക്കുന്നു. അല്ല, ഡേഞ്ചർ കോയിന്റെ കേസിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ആണ് ജിൻഡോ ചെയ്തിട്ടെങ്കിൽ ലാലേട്ടൻ വന്നപ്പോഴും ഒന്നും പറഞ്ഞിട്ടില്ല, ബിഗ് ബോസും അതിനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അത് മനസ്സിലാവാതെ പോയ കാര്യം അതാണ്. പിന്നെ ഇഷ്യൂ വന്നിട്ട് ലാലേട്ടൻ അത് സംസാരിച്ചതും ഭയങ്കര ലാഘവത്തോടു കൂടി സംസാരിച്ചു. അതിന് ശ്രീധുവിനെ ബ്ലെയിം ചെയ്തിട്ട് പോവുമായിരുന്നു. അത് ശരിയാ. പിന്നെ വേറെ സാധനമുണ്ട്, ശരണ്യയുടെ മുടി പിടിച്ചു വലിച്ചു എന്നും പറഞ്ഞൊരു കണ്ടവർക്കറിയാം. അങ്ങനെ ആക്ച്വലി അത് വീഡിയോ ഞാൻ പിന്നെ കണ്ടു. അത് പിടിച്ചു മാറ്റുന്ന ബഹളത്തില് അർജുന്റെ കയ്യിലാണ് ആ മുടി പെട്ടുപോയത്. അർജുനാണ് മുടിയിൽ ഇങ്ങനെ പിടിച്ചത്. പക്ഷെ അത് അർജുൻ മനഃപൂർവ്വം പിടിച്ചതല്ല, ജിൻഡോ പിടിച്ച് മാറ്റിയ കൂട്ടത്തില് കയ്യിൽ വന്ന് പെട്ടതാണ്. നമ്മളിപ്പോ ഒരാളെ പിടിച്ചു അർജുന്റെ ഇടയ്ക്ക് മാറ്റുമ്പോ മുടിയുണ്ടോ കാലുണ്ടോ നമ്മള് ശ്രദ്ധിക്കില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ എടുത്തെടുത്ത് ചോദിച്ചത് ജിൻഡോ ആണോ. എന്നിട്ട് അതിന്റെ ഇടയിൽ കമന്റ് വന്നതാ, ശ്രീധു അർജുന്റെ പേര് പറയില്ല, കാരണം ശ്രീധുവിന്റെ എല്ലാം ഉള്ളു അർജുൻ. അതിപ്പം സ്റ്റാർട്ടിങ് ആ സ്ഥാനത്തില് തേർഡ് റൗണ്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണാം ജിൻഡോനെ ഗബ്രി പിടിച്ചേക്കുവാണ്. ജിൻഡോനെ ഗബ്രി നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ചേക്കുവാണ്. അവിടുന്ന് പൊട്ടിച്ചിട്ടാണ് ഇപ്പുറത്തേക്ക് ശ്രീധുവിന്റെ അടുത്തേക്ക് ചെല്ലണത്. എന്നിട്ട് ശരണ്യ അടുത്തേക്ക് ചെല്ലണത്. ശരണ്യ അടുത്തേക്ക് ചെന്നിട്ട്
ആ ശരണ്യ എടുത്ത് പിടിക്കുകയല്ല ചെയ്യണേ, ഈ ഒട്ടിച്ച സാധനം ഒട്ടിച്ചിട്ട് വിടാനാണ് നോക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഗബ്രി വന്നപ്പോഴാണ് പിടിക്കണത്. അതും ഈ പറഞ്ഞ ഫോഴ്സ് യൂസ് ചെയ്യുന്ന പറഞ്ഞു. ടൈറ്റ് ജിൻഡോ ടൈറ്റ് ആയിട്ട് പിടിക്കൂല്ലേ, ജിൻഡോ വട്ടത്തിൽ, ജിൻഡോയുടെ കൈ തന്നെയായിരുന്നു ആദ്യം ഹോൾഡ് ചെയ്ത് ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. വട്ടത്തിൽ ടൈറ്റ് ആയിട്ട് ശരണ്യനെ പിടിക്കുകയല്ല ചെയ്തത്. എന്നിട്ട് അവിടെ തട്ടിമറിഞ്ഞ് വീഴുന്നു. അവിടെ അവനായിട്ട് വീണതുമല്ല, തട്ടിമറിഞ്ഞ് വീഴുന്നതാണത്. ആ പക്ഷെ ഇത്രയും പേര് വന്ന് പിടിച്ചു മാറ്റുമ്പോഴും പുള്ളിക്കാരൻ അപ്പോഴും ഫോഴ്സ് വിടുന്നില്ല. ഗെയിമാണ്, ഫിസിക്കലായിട്ട് പിന്നെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇത്രയും ആൾക്കാർ വന്നിട്ട് അല്ല, വിടുന്നില്ല. രണ്ടാമത്തെ റൗണ്ടില് ഫിസിക്കലായിട്ട് തുടങ്ങിയത് ആരാ? ഗബ്രിയാ. വീഡിയോയില് കുറച്ച് പക്ഷെ പുള്ളിയാണ് വട്ടം പിടിക്കുന്നത്. പുള്ളി ഗബ്രി പുഷ് മാറ്റുന്നുണ്ട്, അല്ല പക്ഷെ പുള്ളി വിടുന്നില്ല. ആദ്യത്തെ ടൈമിലല്ലായിരുന്നോ? എനിക്ക് ഞാൻ ഓർക്കുന്നില്ല ഋഷീനെ ഇതുപോലെ പിടിച്ചു, ഋഷീനെ ജിൻഡോ പിടിച്ചു. രണ്ടാമത്തെ റൗണ്ടിൽ വരുമ്പം എല്ലാവരും പറഞ്ഞു അത് കുഴപ്പമില്ല, ഋഷീനെ പുറത്താക്കുകയും ചെയ്തു. ഇത് പിടിക്കണ കുഴപ്പമില്ലെന്ന് പറയുമ്പോ രണ്ടാമത്തെ റൗണ്ടിൽ ആദ്യമേ വട്ടം പിടിക്കുന്നത് ഗബ്രിയാ. ഗബ്രി വട്ടം പിടിക്കുന്നു. ഗബ്രി വട്ടം പിടിച്ചിട്ട് ജിൻഡോ പിടിക്കുമ്പോഴാണ് ജിൻഡോനെ തള്ളി വീഴുന്നത്, രണ്ടുപേരും കൂടെ മറിഞ്ഞു വീഴുന്നത്. എന്നിട്ട് പറഞ്ഞു ആ ഇതിലാണ് ബിഗ് ബോസ് വന്ന് പറയുന്നത് ഗെയിം നിർത്താൻ പറയുന്നു. പിന്നെ ഇവള് ശ്രീതു വന്നിട്ട് പറയുന്നു ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട്, ക്യാപ്റ്റൻ ആണ് പറയുന്നത് അങ്ങനെ ആവർത്തിക്കില്ല, സ്ട്രിക്റ്റ് ആയിട്ട് വരുന്നു, ബിഗ് ബോസ് ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത് വരുന്നു അൻസിബേനെയും ജാസ്മിനെ അവര് വിടുന്നു. മൂന്നാമത്തെ റൗണ്ട് വരുന്നു ഗബ്രി ഇപ്പുറത്ത് വന്നിട്ട് ജിൻഡോനെ പിടിക്കുന്നു. ഡൈൻഡോളിന്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ജിൻഡോനെ പിടിക്കുന്നു. എന്നിട്ട് ശരണ്യോട് പറയുന്നു ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് പിടിക്കുക, സ്റ്റിക്കർ ഒട്ടിക്കാൻ പറയുമ്പോ ഇപ്പുറത്തോടെ ശരണ്യ വരുമ്പം ജിൻഡോ ഒട്ടിച്ചിട്ട് ശരണ്യനെ പിടിക്കുകയാണ്. എന്നിട്ട് അത് പിടിച്ചോണ്ടിരിക്കുന്നു. എന്നിട്ട് തിരിച്ചു വന്ന് അവര് മറിഞ്ഞു വീഴുന്നു. അപ്പൊ സ്റ്റിക്കർ ഓൾറെഡി ജിൻഡോയുടെ മേത്തുണ്ട്, ജിൻഡോ മറിഞ്ഞു വീഴുന്നു. അവിടുന്ന് എല്ലാവരും വന്നിട്ട് ജിൻഡോനെ പിടിച്ച് മാറ്റി കഴിയുമ്പം വസ്ത്രം അടിക്കുന്നു. അപ്പം സ്റ്റിക്കർ ജിൻഡോയുടെ. അങ്ങനെയാണ് ജിൻഡോ ഔട്ട് ആവുന്നത്. അതിനകത്ത് ഗബ്രിയാണ് ആദ്യമേ പിടിക്കുന്നത്. ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് ഫസ്റ്റ് സംഭവം ഒന്നും ഓർമ്മയില്ല. പക്ഷെ ഗബ്രി നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് വിടാൻ പാകത്തിന്. പക്ഷെ അയാള് വട്ടം പിടിച്ച് ഇത്രയും ആൾക്കാർ വന്ന് പിടിച്ചിട്ടും പുള്ളി വിടുന്നില്ല. ഇപ്പൊ ശരണയുടെ കേസിലും അത് തന്നെയാണ്. ഇത്രയും ആൾക്കാർ വന്ന് പിടിക്കുന്നുണ്ട്, അപ്പൊ അർജുൻ ബാക്കിൽ നിന്ന് പിടിക്കുമ്പോ അർജുനെയും മുട്ട് വെച്ചിട്ട് പുഷ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ അത് ഭയങ്കര ഫിസിക്കലായിട്ട് തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല ആ ജിൻഡോ ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്നൊക്കെ പറയണു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് പിന്നത്തെ ജയിലിന്റെ എപ്പിസോഡ് കാണുമ്പം ജാസ്മിൻ കേറി തല്ലി എന്ന് പറയണം. ആ ജാസ്മിൻ കേറി തല്ലിയ സാധനം അതുപോലെ ജിൻഡോ ആണെന്ന് തല്ലണമെങ്കിൽ അന്ന് ആലോചിച്ച് നോക്കി. അത് രഞ്ജിനി ഹരിദാസിന്റെ ഇന്റർവ്യൂ രഞ്ജിനി പറഞ്ഞായിരുന്നു, പെണ്ണുങ്ങളെ ആണെങ്കിൽ തല്ലിയാലേ പ്രശ്നമുള്ളൂ, പെണ്ണുങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് കുഴപ്പമില്ല. ആ ജാസ്മിൻ തല്ലിയോലെ ഒന്ന് മാറി കിടക്കണോ എന്ന് പറഞ്ഞിട്ട് ഒരു തട്ട്, ഇതേ സാധനം ജാസ്മിൻ കിടക്കുമ്പം ഒന്ന് മാറി കിടക്കടി എന്ന് പറഞ്ഞ് ജിൻഡോ തട്ടിയാൽ എന്നാലോചിച്ച്, ഉറങ്ങി കിടക്കണ പെങ്കൊച്ചിനെ ജിൻഡോ തല്ലി എന്ന് പറഞ്ഞ് ഭയങ്കര വിവാദമായിരുന്നു. പിന്നെ അപ്സര പറഞ്ഞൊരു സാധനം എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നിയതാ. ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചു ഇതെന്തായിരുന്നു സംഭവം എന്ന് ചോദിച്ചു. ആ ഡേഞ്ചറസ് കോയിന്റെ ഗെയിമിൽ പറഞ്ഞു അപ്സര പറഞ്ഞതാണ്, എനിക്കിത് രണ്ടുപേരും തമ്മിലുള്ളൊരു പഴയൊരു വൈരാഗ്യം തീർക്കുന്ന പോലെ. ആക്ച്വലി അത് തന്നെയായിരുന്നു. ഗബ്രി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ നേരത്തെ വന്നാൽ ഞാൻ ഫിസിക്കലായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയത്. ഫസ്റ്റ് ഇത് കഴിഞ്ഞപ്പം, അതായത് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ ഗബ്രി പറയണ്ട നിങ്ങൾക്ക്, അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ഒരു കുഴപ്പമില്ല നിയമം ഇതാണെന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ ഔട്ടാ, ഞാനിത് എന്റെ അടുത്ത് വന്നാൽ ഞാൻ ഇത് ചെയ്യും എന്നുള്ള സാധനം പറയണ്ട്. എന്നിട്ടാണ് കഴുത്തെ പിടിക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. എന്താണെങ്കിലും വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഇല്ലാത്ത നോർമൽ ആയിട്ടുള്ള ഒരു സാധനമൊക്കെ കഴിഞ്ഞ് പിന്നെ അത് അങ്ങനെ അങ്ങ് തീർന്നു. പൊതുവെ നമ്മൾ മലയാളികളുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ വഴക്കുണ്ടാക്കുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ആഴ്ച മൊത്തം മറ്റേ ട്രോള്, മറ്റേ ഒന്നിനും കൊള്ളാത്ത കുറെ ആൾക്കാർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഈ ഒരു ഡേഞ്ചർ കോയിന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന ബാക്കി എപ്പിസോഡൊന്നും ഇപ്പൊ ദിലീപ് വന്ന എപ്പിസോഡാണെങ്കിൽ പോലും അങ്ങനെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം നമുക്ക് വന്നിട്ടില്ല, ചെയ്തതായിട്ടോ ഒന്നുമില്ല. അതെ, അത് എല്ലാവർക്കും തന്നെ ഉറപ്പായിരുന്നു. ഇങ്ങനെ ആ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ എല്ലാരും പറയും ലാലേട്ടൻ വരും, ലാലേട്ടനല്ല ദിലീപേട്ടൻ വരുമായിരിക്കും,
ചിലപ്പോ വിനീത് കുമാർ വരുമായിരിക്കും, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് റെക്കോർഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടേ കൊടുത്ത് അവരെ കാണിക്കുമായിരിക്കും, എന്നിട്ട് അതിനുള്ള മറുപടി നമുക്ക് അടുത്ത ആഴ്ച കാണിക്കുമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് മുമ്പ് എവിടെ ഒരു വരുവോ, എന്നിട്ട് ഈ ലൈവ് കാണുന്നതിന് മുന്നേ ഒരു പേജില് ഞാൻ ഇങ്ങനെ കണ്ടു ദിലീപ് വരുന്ന സാധനം, ലൈവിന് മുന്നേ കണ്ടു എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ അതിന്റെ ലൈവ് കുറച്ച് ദിവസം കണ്ടായിരുന്നു. എന്നിട്ട് സീക്രട്ട് ഏജന്റിനെ ഒക്കെ പുള്ളി വന്നിട്ട് ട്രോളുന്നുണ്ടായിരുന്നു, എന്താ തലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, വല്ലാണ്ട് വെളുത്തിരിക്കുന്നത്, എന്താ ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ടെൻഷൻ അടിച്ച് വെളുത്തു പോയതാണോ. കുഴപ്പമില്ലാത്തൊരു വീക്കായിരുന്നു. കഴിഞ്ഞ വീക്കിൽ മൊത്തം നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു എന്താ പറയണ്ടേ പ്രോപ്പർ ആയിട്ടൊരു ഗെയിം സ്ട്രാറ്റജി ആരെയുന്നു അതിനിടയ്ക്ക് നമ്മളുടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെയും ഇടയ്ക്ക് ആരുടെ സിജോ വന്നപ്പോ ഭയങ്കര കാട്ടുതീ പോലെ വന്നിട്ടൊരു തീപ്പെട്ടിക്കൊള്ളി പോലും വായില്ലാന്നും പറഞ്ഞുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ പോലും ജിൻഡോ കറക്റ്റ് അത് പറയുകയും ചെയ്തു. ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ എന്താ തോന്നലെന്ന് പറയുമ്പോ ജിൻഡോ പറയുന്നുണ്ട് കാട്ടുതീയാന്നൊക്കെ പറഞ്ഞു വന്നതാ, പക്ഷെ എനിക്ക് തീപ്പെട്ടിക്കൊള്ളി പോലെ ഫീൽ ചെയ്തു. പിന്നെ എന്താ ജിൻഡോ അല്ല സിജോ വന്നിട്ട് അവന് നേരെ ഉണ്ടായ ആ ഫിസിക്കൽ അസോൾട്ട്, അത് ജിൻഡോ മാത്രമല്ല ബിഗ് ബോസ് അടക്കം അവരുടെ ക്രൂ അടക്കം അതിനെ ഭയങ്കരമായിട്ട് അങ്ങ് എന്താ പറയാ, സിജോനെ ഒരു വലിയ നന്മമരമായിട്ട് അങ്ങനെ വലിയ ഒച്ചപ്പാടും ബഹളവും വലിയ സംഭവങ്ങളും ഒന്നും ഇല്ലാണ്ട് ഒരു വീക്ക് കഴിഞ്ഞു. നമുക്കും വലിയ കാര്യമായിട്ടൊന്നും പറയാനും ഉണ്ടായിരുന്നില്ല ഈ വീക്കില്. അടുത്ത ആഴ്ചയെങ്കിലും എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുമോ നോക്കാം. അതുവരെ ശരി, ബൈ. ബൈ. ബൈ.